ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. കൊക്കനട്ട് ഐസ് ബോൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും 2 ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അതുപോലെ നമുക്ക് തീ കത്തിക്ക പോലും വേണ്ട കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാതെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ക്രിസ്മസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ കൊക്കനട്ട് ഐസ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ്. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. മാത്രമല്ല ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലും ഉണ്ടാക്കാം. ഇതിനിപ്പോൾ 90 രൂപയാണ് വില. അപ്പോൾ ഇതിൽ നിന്ന് 2 കപ്പ് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ മിത്തായി മേറ്റാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ് എടുക്കുക. പക്ഷേ 1 കപ്പൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ നിന്ന് 3/4 കപ്പ് ആദ്യം നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സാധാരണ തേങ്ങ ചിരുവിയതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കണം, എന്നാൽ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 4 പോർഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഫ്ലേവറും കളറും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 4 പോർഷനാക്കുന്നത്. നിങ്ങൾക്ക് കളറൊന്നും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ 4 പോർഷനൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ കളറിന് പകരം ഇവിടെ ചേർക്കുന്നത് ബദാം മിൽക്ക് മിക്സ്, സ്ട്രോബെറി മിൽക്ക് മിക്സ്, അതുപോലെ പിസ്ത മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ബൗളിലോട്ട് 2 ഡ്രോപ്സ് പിസ്ത മിൽക്ക് മിക്സ് ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നല്ല പിസ്തയുടെ ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ നല്ലൊരു ഗ്രീൻ കളറും കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മിൽക്ക് മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ബൗളിലോട്ട് ബദാം മിൽക്ക് മിക്സ് ആണ് ചേർക്കുന്നത്. അതും 2 ഡ്രോപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഡ്രോപ്സ് ഒക്കെ ഒറ്റിക്കാം. ഞാനിപ്പോൾ ഇളം കളറായിട്ടാണ് ബദാം മിൽക്ക് മിക്സും പിസ്ത മിൽക്ക് മിക്സും ഒക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ്. അതിപ്പോൾ ഞാൻ 3 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ 2 ഡ്രോപ്സ് ഒക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബൗൾ ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഞാൻ ഈ ഐസ് ബോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇത് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ നെയ്യോ ഓയിലൊക്കെ തടവിയതിന് ശേഷം നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ എടുത്ത അളവിൽ 3 വീതമാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറും കളറും കൊടുത്തിട്ടുള്ളതും ഞാനിതുപോലെ ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ ആദ്യം വൈറ്റ് കളർ ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം കളറുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റിന്മേ കളർ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കൊക്കനട്ട് ഐസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തീ പോലും കത്തിക്കണ്ട, കുക്ക് ചെയ്യണ്ട. അപ്പോൾ ക്രിസ്മസിന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്